ഇവിടെ അതിർവരമ്പുകളില്ല. കഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ജീവിത രീതി നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ അവന് ആ കഷ്ടപ്പാടിന് മോചനം കിട്ടാൻ സാധിക്കും. ലോകത്തിലെ വലിയ വലിയ മഹാന്മാരൊക്കെ തന്നെ യോഗ പരിശീലിക്കുന്നവരാണ്, പരിശീലിച്ചിട്ടുണ്ട്. അവരെ ജീവിത ചരിത്രത്തിൽ നോക്കിയാൽ സാധിക്കും. അങ്ങനെ ഓരോ വ്യക്തിയിലും ഒരു ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ ആരോഗ്യം നിലനിർത്താൻ ഈ ജീവിത രീതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതുമല്ല, ഈ യോഗശാസ്ത്രത്തിൻ്റെ ശ്രദ്ധിക്കുക, കുട്ടി സൂക്ഷ്മമായ നിരീക്ഷണത്തിലേക്ക് വീണ്ടും നമുക്ക് വന്നാൽ മനസ്സിലാവും. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഗർഭാസനം എന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പ്രസവിച്ച് വീണ ഓരോ ചലനങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ സാധിക്കും. ഓരോ ചലനങ്ങളും ഓരോ ആസനങ്ങളാണ്. ശരിക്കും കുട്ടികൾ കയ്യാൽ പൊക്കുന്നത് ഏകപാദ ഉത്ഥാനാസനമാണ്. അതെന്തിനാണ്? ഓരോ ആസനങ്ങളും നിങ്ങൾ കുട്ടികളെ ചലനം ശ്രദ്ധിക്കൂ. അഡ്വാൻസ് ആസനാസുണ്ട്, ലളിതമായ ആസനങ്ങൾ. അതെന്തിനാണ് ആ കുട്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ബുദ്ധിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഗ്രന്ഥികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ നാഡീസിസ്റ്റം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ബുദ്ധിയുടെ വികാസം ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജന്മം മുതൽക്ക് തന്നെ നമ്മൾ ഗർഭപാത്രം മുതൽക്ക് തന്നെ ചെയ്യുന്ന ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി ശ്രദ്ധിച്ച നമ്മൾ ചെയ്യുന്ന പരിശീലനങ്ങളാണ് ചെയ്യുക. കുറച്ച് കുട്ടിത്വം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. 7-8 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്കത് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. കുട്ടിത്വമൊക്കെ കഴിഞ്ഞു 8-9 വയസ്സാകുമ്പോഴേക്കും നമ്മൾ അന്തസ്രാവ ഗ്രന്ഥിയിൽ, നമ്മൾ തലച്ചോറിൻ്റെ ഉൾഭാഗത്തുള്ള പീനിയൽ ഗ്രന്ഥി അതുവരെ നല്ലോണം വികസിക്കും. നല്ല ആ സ്വഭാവം സ്വതന്ത്രമായി നല്ല വളരെ സ്നേഹം ഉണ്ടാവും. അതേപോലെ ഏകാഗ്രത വർദ്ധിക്കും. ആ ഒരു കുട്ടിത്വത്തിൽ ക്രമേണ നമ്മളതിന് വിട്ട് നമ്മുടെ ജീവിത രീതി മാറ്റം വന്നു, ഭക്ഷണ രീതി മാറ്റം വന്നു, നമ്മൾ പിന്നോട്ട് പിറകിലേക്ക് പോയിക്കൊണ്ട്. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ചെടി നട്ട് അത് കുറച്ച് വലുതായിട്ട് വളം വെച്ച് കൊടുത്താൽ എന്തുണ്ട് കാര്യം? വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്ന 18, 19, 20, 21 വയസ്സ് എത്തുന്ന കാലത്ത് അതിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊടുത്തിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ വരാൻ പോകുന്ന കാലത്ത് ഒരു മരം വലുതായിട്ട് വളം വെച്ച് കൊടുക്കുന്നൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ആ പൂർണ്ണ വളർച്ച എത്താൻ ഉള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും വലിയൊരു നന്മ പറയുകയാണെങ്കിൽ യോഗ പരിശീലനം തന്നെയാണ്. ആ കുട്ടിക്ക് അറിയണമെന്നില്ല അതിൻ്റെ മഹത്വം. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അത് ശീലിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വരാൻ പോകുന്ന ജീവിതം സമൃദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരിശീലനം വളരെ ആവശ്യമാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത്. +2 ഒക്കെ കഴിഞ്ഞിട്ട് വളരെ പ്രാപ്തരായ ഗിഫ്റ്റഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞ് നന്നായിട്ട് പെർസെൻറ്റേജ് മാർക്കും ഒക്കെ വാങ്ങാൻ പറ്റുന്ന കുട്ടികൾ +2 കഴിഞ്ഞ് എൻജിനീയറിംഗ്, മെഡിക്കൽ കോളേജൊക്കെ പ്രവേശനം എത്തുമ്പം അവരെ പഠനത്തിൽ അവർക്ക് ഒരു തടസ്സങ്ങൾ, പല കുട്ടികളും ബ്രേക്കായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വരാറുണ്ട്. മാനസിക സംഘർഷം കൂടിയിട്ട് ഡിപ്രഷനായിട്ട് മാനസിക പ്രയാസത്തിലേക്ക് രോഗാവസ്ഥയ്ക്ക് പോലും എത്തിയിട്ട് നിരവധി കേസുകൾ വരും. എന്തുകൊണ്ട് ആ കുട്ടി ആ അവസ്ഥയിലേക്ക് എത്തുന്നത്? ആ കുട്ടിക്ക് കഴിവില്ലാഞ്ഞിട്ടില്ല, ധാരാളം കഴിവുണ്ട്. മനുഷ്യന് നമുക്ക് അപാരമായ കഴിവ് തന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വിട്ടത്. മനുഷ്യൻ്റെ ശരീരത്തിന് കഴിവുണ്ട്, മനസ്സിന് കഴിവുണ്ട്, ബുദ്ധിക്ക് കഴിവുണ്ട്. നമ്മളെ മനസ്സിൻ്റെ കഴിവ് നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? വളരെ തുച്ഛമായ ഒരു അംശം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബുദ്ധിയുടെ കഴിവ് നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? തുച്ഛമായ ഒരു കഴിവ്. ഈ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ജീനിയസാണ്. ലോകത്തിലെ എല്ലാ മഹാന്മാരും എടുത്തു നോക്കുക. എന്തിനേറെ പറയുന്നത് നെപ്പോളിയൻ, ഹിറ്റ്ലർ ഒക്കെ തന്നെ എങ്ങനെയാണ് അവർ മഹാന്മാരാകുന്നത്? അവർ മൈൻഡ് പവർ അവർ ഉപയോഗിച്ചു എന്നുള്ള മൈൻഡ് പവർ നമുക്കുണ്ട്, നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എന്ത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ ചീത്ത കാര്യത്തിന് ഉപയോഗിച്ചാൽ മൈൻഡ് പവർ ഉപയോഗിച്ചാൽ അവർ മഹാന്മാരായിത്തീരും. ചിലപ്പം ഇപ്പോൾ ഹിറ്റ്ലർക്ക്, നെപ്പോളിയനൊക്കെ എങ്ങനെ മഹാന്മാരായി? അത്ര മൈൻഡ് പവർ ഉപയോഗിക്കാൻ സാധിച്ചു. എങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചു? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൂടാ?
നമ്മൾ മൈൻഡ് പവർ എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ, ഞാൻ യോഗയുടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ നമുക്ക് സ്വീകരിക്കണോ വേണ്ടോ എന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം അതിൻ്റെ ഗുണങ്ങൾ സൂചിപ്പിക്കാൻ. നമുക്ക് മൈൻഡ് പവർ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? എപ്പോഴാണോ നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്, എളുപ്പമല്ല. വിശ്രമം കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം മനസ്സിന് നമുക്ക് സ്വതന്ത്രമായ നിശ്ചലമായ ശാന്തമായ അവസ്ഥയിലേക്ക്, അതായത് വിശ്രമാവസ്ഥ കൊടുക്കാൻ സാധിക്കും. ശരീരത്തിലൂടെ മനസ്സിൻ്റെ തലത്തെത്താം. എപ്പോഴാണോ മനസ്സ് ശാന്തതയിലെത്തുന്നത്, അവിടെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ബോധ മനസ്സിന് ഉപബോധ മനസ്സിലേക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. എപ്പോഴാണോ ഉപബോധ മനസ്സിന് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്, അവിടെ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൊല്യൂഷൻ കിട്ടാൻ ആ സമയം മതി ശരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചാൽ മതി, വർക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ ഒരു ചെറിയൊരു സമയം നിങ്ങൾ അല്പം ചില യോഗ ആസനങ്ങൾ, ചില പ്രാണായാമങ്ങൾ, കിടന്നിട്ട് നമ്മൾ പറയാറുണ്ട് ശവാസനം എന്നോ അല്ല യോഗനിദ്ര എന്നോ പറയുക, അത് പരിശീലിക്കുക. ഒരല്പം ധ്യാനം കൂടി ചെയ്യട്ടെ. ഒരു 20 മിനിറ്റ് അല്ല അരമണിക്കൂർ ദിവസത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഈ ഒരു അപാരമായ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മനുഷ്യൻ അപാരമായ കഴിവിൻ്റെ ഉടമകളാണ്. ഈ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല എന്ന് മാത്രം. അപ്പോൾ യോഗയുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇത്ര മഹത്തായ മനസ്സിൻ്റെ കഴിവ് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തന്ന ഒരു ശാസ്ത്രം നമുക്ക് ഏതാള്? ആധുനിക മനഃശാസ്ത്രമുണ്ട്. പക്ഷേ ഇത്രയധികം നമ്മൾ ഋഷികൾ നമുക്ക് തന്ന ഈ ഒരു പഠനത്തിൻ്റെ അത്ര ആഴത്തിലേക്ക് എത്താത്തൊരു ശാസ്ത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ അഗാധമായി വളരെ പഠനങ്ങൾ നടത്തിയ നമുക്ക് തന്ന ഒരു ശാസ്ത്രമാണിത്. ശരീരത്തിൻ്റെ ശാസ്ത്രമാണിത്, പ്രാണൻ്റെ ശാസ്ത്രമാണ്, മനസ്സിൻ്റെ ശാസ്ത്രമാണ്, ബുദ്ധിയുടെ ശാസ്ത്രമാണ്. അപ്പം ഇത്ര ലളിതമായ പരിശീലനത്തിന് ഏത് പ്രായക്കാർക്കും ഏത് രോഗാവസ്ഥയിൽ പോലും നമ്മളിപ്പോൾ പരിശീലിക്കുകയാണ്. കിടക്കയിൽ കിടന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ആളുകൾക്ക് കൊണ്ടും നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ യോഗശാസ്ത്രം ലളിതമാണ്, സുഗമമാണ്, ഫലപ്രദമാണ്, വളരെ ചെറിയ സമയം കൊണ്ട് പരിശീലിക്കാനും പറ്റുന്നതാണ്. ഇങ്ങനെ ഇത്ര ലളിതമായൊരു ശാസ്ത്രം നമുക്ക് അതിനൊരു മതിൽക്കെട്ട് കെട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അതിൽ ഭാഗിച്ചിട്ടോ നമുക്കത് സ്വീകരിക്കാതിരിക്കേണ്ടെന്നാണ് പറയാറുള്ളത്. നമ്മളിതിൻ്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ എന്താ തെറ്റ്? ഇപ്പോൾ കുട്ടികളോട് നമുക്ക് പറയുക, കുട്ടികൾക്ക് യോഗയെപ്പറ്റി അത്ര ബോധം വരണമെന്നില്ല. നമ്മൾ ബോധവൽക്കരണം കൊടുത്ത് അവരെ സ്വീകരിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് ആരോഗ്യരംഗത്ത് ചെലവഴിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ ഇന്ന് ഭാരതത്തിൽ നമ്മൾ ആരോഗ്യത്തിന് എത്ര ശതമാനം പണം ഉപയോഗിക്കുന്നുണ്ട്? എത്ര ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് മെച്ചപ്പെടുത്താൻ മാത്രമല്ല, വടക്കഞ്ചേരി ഇവിടെ ഉള്ളതുകൊണ്ട് അതിന് ബാക്കി ജീവിതശൈലീ രോഗം നമ്മുടെ ജീവിതത്തിൽ മരുന്ന് കൊണ്ട് നമുക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ദുരിതം അനുഭവിക്കുന്ന എത്ര നമുക്കുണ്ട് ഇവിടെ, എത്ര മനുഷ്യരുണ്ട്. ഒരു വൈദ്യശാസ്ത്രവും തെറ്റല്ല, എല്ലാ വൈദ്യശാസ്ത്രവും അതിൻ്റേതായ ധർമ്മമുണ്ട്, അതിൻ്റേതായ ഗുണമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ഇത്ര ലളിതമായൊരു ജീവിത രീതി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ശാസ്ത്രത്തിനെ സ്വീകരിച്ചുകൂടാ? ഇത് ഞാൻ പറയുന്നത് വെറുതെ പറയല്ല, അനുഭവങ്ങളുണ്ടാണ് പറയുന്നത്. എത്രയോ ആളുകൾ അവസ്ഥയിൽ നിന്ന് മാറി വന്നിട്ട് മരുന്ന് കൊണ്ട് ഫലം കിട്ടാതെ ലളിതമായ യോഗ പരിശീലനം കൊണ്ട് മാറ്റം വരുന്നുണ്ട്. അപ്പം ഏതൊരു ശാസ്ത്രത്തിനും അതിന് ശാസ്ത്രീയത ഉണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നുള്ള 10,000 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. വരാൻ പോകുന്ന കാലത്ത് നിലനിൽക്കണമെങ്കിൽ അതിന് വളരെ ശാസ്ത്രീയമായ അടിത്തറ വേണം, ജനങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കണം. അങ്ങനെയൊരു ശാസ്ത്രം ആണ് ഇന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ട് യോഗശാസ്ത്രം. യാതൊരു ശാസ്ത്രമാണ്. മുമ്പ് കാലത്ത്
ഭൂമി ചുറ്റിത്തിരിയാന്നാണ്. നമ്മൾ അന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? സൂര്യൻ ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കാമെന്ന് കണ്ടുപിടിച്ചു. എല്ലാവരും വിശ്വസിച്ചു, നിയമം അത് തന്നെ ആക്കി, അന്നത്തെ കാലഘട്ടം അത് തന്നെ അംഗീകരിച്ചു. ഗലീലിയോ നമ്മളോട് പറഞ്ഞു, ഭൂമി സൂര്യനല്ല ചുറ്റുന്നത്. ആരാണ് ചുറ്റുന്നത്? ഭൂമിയാണ് ചുറ്റിത്തിരിയുന്നത്. അന്നത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തെന്നറിയോ? ഇറ്റാലിയൻ തെരുവിൽ വലിയ മട്ടുപ്പാവിൽ അദ്ദേഹത്തിന് ആ സൂക്ഷ്മദർശിനിയായിട്ട് ഇടപഴകുന്ന ആ വൃദ്ധനെ തുറുങ്കിലടച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ, നീ നിൻ്റെ ശാസ്ത്രം മാറ്റി പറയൂ, നിന്നെ ഞങ്ങൾ തുറുങ്കിൽ നിന്ന് സ്വതന്ത്രമാക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്? 1000 കർദിനാൾമാർ ഒരുമിച്ച് വന്നാലും ഭൂമി ചുറ്റിത്തിരിയുന്നു കതിരവ മണ്ഡലത്തെ. 1000 ആളുകൾ എന്നോട് പറയാൻ പറഞ്ഞാലും ശരി, ഈ സത്യം മറയ്ക്കാൻ പറ്റുമോ? അത് സത്യമാണ്. അതേപോലെ ഈ യോഗശാസ്ത്രത്തിൻ്റെ അപാരമായ കഴിവ് ഈ മാനവ സമൂഹത്തിന് ഉപകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൈകൂപ്പി അതിനെ സ്വീകരിച്ചുകൂടാ?